നമുക്കിന്ന് കടൽ കുതിരയെ പറ്റി നോക്കിയാലോ, അല്ലെങ്കിൽ സീ ഹോഴ്സ്. അതുപോലെ എൻ്റെ ചാനൽ 340 സബ്സ്ക്രൈബേഴ്സായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കടൽ കുതിര സമുദ്രത്തിലെ ഏറ്റവും വിചിത്രവും മനോഹരവുമായ ഒരു മത്സ്യവർഗം തന്നെയാണല്ലേ. ഇതിൻ്റെ രൂപം കുതിരയുടെ തല പോലെ ആയതിനാലാണ് ഇതിന് സീ ഹോഴ്സ് എന്ന് പേരിട്ടത്. ശരീരം മത്സ്യങ്ങളേതുപോലെ തൊലി കൊണ്ടല്ല, മറിച്ച് കഠിനമായ ബോൺ പ്ലേറ്റുകൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. തല കുതിരയുടെ പോലെയും വാൽ നീളം കൂടിയ ചുരുളിയ വാലുമാണിവയ്ക്ക്. നീളം സാധാരണയായി 2 സെൻറ്റിമീറ്റർ മുതൽ 35 സെൻറ്റിമീറ്റർ വരെയാണ്. കണ്ണുകൾ സ്വതന്ത്രമായി 2 വ്യത്യസ്ത ദിശകളിലേക്ക് തിരിക്കാൻ കഴിയും. ഇവയുടെ വായ കണ്ടില്ലേ, വായ ചെറുതും സ്നൗട്ടായും കാണപ്പെടുന്നു. കടൽ കുതിരകൾ കൂടുതലായും ശാന്തമായ തീരപ്രദേശങ്ങളിൽ, കടൽപ്പായൽ പ്രദേശങ്ങളിൽ, കോറൽ റീഫുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. കടൽ കുതിരകൾ മികച്ച നീന്തൽക്കാരല്ല, തല ഉയർത്തി നേരായ നിലയിൽ നീന്തുന്നവരാണ്. ഇവ ഒരിടത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവയുടെ വാൽ ഉപയോഗിക്കുന്നു. വളരെ ശാന്ത സ്വഭാവമുള്ള മത്സ്യങ്ങളാണിവ. ഇവ ഒറ്റയ്ക്കോ ജോഡിയായോ ജീവിക്കുന്നു. പ്ലാങ്ക്ടൺ, ചെമ്മീൻ, ചെറിയ കടൽ ജീവികൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. വലിച്ചെടുക്കുന്ന രീതിയിൽ ആണ് ഇവ ഭക്ഷണം കഴിക്കുന്നത്. കടൽ കുതിരകളുടെ ഏറ്റവും വിചിത്രമായ സവിശേഷത ആൺ മത്സ്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. പെൺ മത്സ്യങ്ങൾ മുട്ടകൾ ആൺ മത്സ്യത്തിൻ്റെ ബ്രൂഡ് പൗച്ച് എന്ന പാർട്ടിൽ ഇടുന്നു. അവിടെ തന്നെ കുഞ്ഞുങ്ങൾ വികസിച്ച് പിന്നീട് അത് ആൺ മത്സ്യത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. അമിതമായ പിടുത്തം, ആവാസ വ്യവസ്ഥയുടെ നാശം എന്നിവ കാരണം ഇവ ഇപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റും കൂടെ ചെയ്യുക.